ഹരി, ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ സ്വർണ്ണ പീഠവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിൽ ഇപ്പോൾ BJP നേതാവ് എന്താണ് പറയുന്നത്? വി മുരളീധരൻ എന്താണ് പറയുന്നത്? ശ്രുതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്, അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, മറിച്ച് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും രൂക്ഷമായി വിമർശിക്കുകയാണ് BJP ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം അവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്ത് രാജിവെക്കണം, സ്വമേധയാ രാജിവെക്കാൻ പ്രശാന്ത് തയ്യാറാകണം. അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ തന്നെ പ്രശാന്തിന്റെ രാജി വാങ്ങണം എന്നുള്ള ആവശ്യമാണ് അല്പം മുമ്പ് BJP നേതാവ് വി മുരളീധരൻ ഉന്നയിച്ചത്. BJPയുടെ ഒന്നടങ്കമുള്ള നിലപാട് അത് തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടും അവർ ഉയർത്തുന്ന ഒരു പ്രശ്നം സ്വർണ്ണ പീഠവുമായി ബന്ധപ്പെട്ട വിഷയം, വിവാദം, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടെടുത്തു എന്ന് പറയുന്ന സ്വർണ്ണ പീഠവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. അതായത് സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ പീഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് ആരൊക്കെയാണ് അതിന് പിന്നിൽ എന്നുള്ള സംശയമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ഇതിനകത്ത് BJP ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ, നയങ്ങളൊക്കെയാണ് ഈ സമീപകാലത്ത് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാഴ്ചപ്പാട്, വിലയിരുത്തൽ കൂടിയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു കാരണമായി BJP ഉയർത്തി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, അല്ലെങ്കിൽ ആരുടെ ശുപാർശയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണം പൂശാനുള്ള ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. അതിന്റെ പിറകിൽ ആരെങ്കിലും ശുപാർശ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് BJP ദേവസ്വം ബോർഡിനോടായിക്കൊണ്ട് സർക്കാരിനോടായിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. മാത്രമല്ല, സന്നിധാനത്തിന് പുറത്തേക്ക് മോഷണ സമാനമായി പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് എന്താണ് പറയാനുള്ളത്? ഒരു തരത്തിലുള്ള വ്യവസ്ഥകളും ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അത് ആരും അറിയുന്നില്ല, പിന്നീട് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു, 4 കിലോയുടെ കുറവ് വരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യവസ്ഥകളുടെ അട്ടിമറി കൂടിയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് കൂടി BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വർണ്ണമടക്കം ആവിയാകുന്ന പ്രതിഭാസമാണ് LDF ഭരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതെന്നുള്ള പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങളും വി മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള, അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഈ സ്വർണ്ണ പീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഉയർത്തിക്കൊണ്ടു വന്നത് എന്നുള്ള ഒരു ആരോപണമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്ന് ഒരു തരത്തിലും മാറില്ല, ആ വിഷയം തന്നെ തുടർച്ചയായി വീണ്ടും ഉന്നയിക്കും, സ്വർണ്ണ പീഠത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് BJP നൽകുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തിയിലേക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ തന്നെ ചുരുക്കുക എന്നുള്ള സമീപനം BJPക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രാജി തന്നെയാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. അതിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല എന്നുള്ള നിലപാടിലാണ് BJP നിൽക്കുന്നത്. അതേസമയം തന്നെ ഇന്നത്തെ ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് BJP ഇവിടെ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം, അതായത് അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആരോപണമാണ് എന്നതടക്കമുള്ള സർക്കാരിന്റെ വാദങ്ങളെ BJP എതിർക്കുകയാണ് പൂർണ്ണമായും ഇവിടെ ചെയ്യുന്നത്. ശ്രുതി, വ്യക്തമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.